നമസ്കാരം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പുതിയ പദ്ധതിയുടെ വാർത്താവിശേഷങ്ങളുമായി ഞങ്ങൾ പ്രേക്ഷകരോടൊപ്പം ചേരുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് മൺചട്ടിയും പച്ചക്കറിയും എന്ന ഒരു സംരംഭത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയുണ്ടായി. മൺചട്ടിയിൽ പച്ചക്കൃഷി നടത്തുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതിൻ്റെ കാരണം, നമ്മൾ പച്ചക്കറി നടുമ്പോൾ പലപ്പോഴും നമ്മൾ പോളിത്തീൻ ബാഗുകൾ അതുപോലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പതിവാണ്. എന്നാൽ അതൊഴിവാക്കി മാലിന്യ നിർമ്മാർജ്ജനം എന്ന ഒരു മഹാസംഭവം കൂടി ഇതിൽ ഉദ്ദേശശുദ്ധിയായി പഞ്ചായത്ത് കാണുന്നു. കൃഷി ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യയായ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തദവസരത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു, മുൻ വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ശ്രീ ബാബുരാജ്, 9ാം വാർഡ് മെമ്പർ ശ്രീമതി ബിന്ദു, കുരിയോട് കുന്നുംപുറം വാർഡ് മെമ്പർ PS സുനിൽകുമാർ തുടങ്ങിയവർ സാന്നിധ്യം വഹിച്ചു. മൺചട്ടിയും പച്ചക്കറിയും എന്ന ഈ പദ്ധതിയുടെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റു മെമ്പർമാര്, നമ്മുടെ ഈ വർഷം 24-25 ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ മൺചട്ടിയിൽ പച്ചക്കറി കൃഷി വിതരണം എന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു BC ഗുണഭോക്തൃ വിഹിതം അടച്ചതിന് ശേഷം കർഷകർക്ക് 10 മൺചട്ടിയും അതോടൊപ്പം ഒരു 20 തൈയും പച്ചക്കറി തൈയും അതിനോടൊപ്പമുള്ള ജൈവവളവും പച്ചക്കറി വിത്തുമാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. വാർഡ് തലത്തിലാണ് വിതരണം ചെയ്യുന്നത്. അതിൻ്റെ ഒരു പഞ്ചായത്ത് തലത്തിൽ 9ാം വാർഡിൽ ഉദ്ഘാടനം ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ മൺചട്ടിയിൽ പച്ചക്കറി കൃഷി എന്ന് പറയുന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വാർഡിൻ്റെ എല്ലാ പ്രദേശത്തും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷവും വളരെ നല്ല രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ചാണ് ഈ വർഷവും നമ്മൾ പ്രോജക്റ്റിൽ നിന്ന് പൈസ മാറ്റിക്കൊണ്ട് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന്, പഞ്ചായത്ത് തലത്തിലെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന നമ്മുടെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇത് പരിപൂർണതയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിനോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഈ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി മൺചട്ടിയിൽ പച്ചക്കറി കൃഷി എന്നുള്ള ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒട്ടനവധി ആവശ്യക്കാർ, ഗുണഭോക്താക്കൾ ഇതിൻ്റെ ആവശ്യമായി മുന്നോട്ട് വരിക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ കുറഞ്ഞ ഭൂമിയുള്ളവർക്ക് പോലും ഇത് നല്ല രീതിയിൽ കൃഷി നടത്തുന്നതിനും അതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നതിനും രണ്ട് ലക്ഷ്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കാർഷിക വിളകൾ കണ്ടെത്തുക, അല്ലെങ്കിൽ കൃഷി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. 25-26 പദ്ധതിയിലും നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗുണഭോക്താക്കളുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൺചട്ടിയിൽ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം കുറഞ്ഞ വസ്തു ഉള്ളവർക്ക് പോലും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മളിത് നടപ്പിലാക്കിയപ്പോൾ കുറച്ച് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് വിജയകരമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വർഷവും നമ്മൾ ആ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് പ്രസിഡന്റ് ഇവിടെ നിർവഹിച്ചത്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിലും ഈ പ്രോജക്റ്റ് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാവരും നമ്മളോടൊപ്പം സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.